എന്നെ രക്ഷിക്കാനുള്ള വേണുവിന്റെ ശ്രമം വെറും നാടകമായിരുന്നു. ഇന്നുണ്ടായിരുന്നവരൊക്കെ അന്നും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരാ, എനിക്ക് ഉറപ്പാ. മോളെ, മോള് വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ മോളെ രക്ഷിക്കാൻ തന്നെ ആവും ശ്രമിച്ചത്. കേണൽ, മോളെ ഇങ്ങനെ എതിർക്കാതെ ഒന്ന് അഭിനന്ദിക്ക്. ഒക്കെ അവന്റെ നാടകമായിരുന്നു എന്ന് ഇവൾ ഊഹിച്ചില്ലേ? സാധാരണ പെൺപിള്ളേരായിരുന്നെങ്കിൽ ഇത്തരം ചീപ്പ് ട്രിക്സിൽ വീണു പോവില്ലായിരുന്നോ? ആരെന്തു പറഞ്ഞാലും ഇതൊക്കെ അവന്റെ നാടകമാണെന്ന് കരുതാൻ എനിക്കാവില്ല. ഒക്കെ നാടകമായിരുന്നു അങ്കിൾ. അല്ലെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന കൃത്യസമയത്ത് തന്നെ അയാൾ എങ്ങനെ അവിടെ എത്തി? വിളമ്പട്ടെ? മതി മതി മതിയോ? അല്ല, കേണലപ്പ എവിടെ പോയിരിക്കായിരുന്നു? നേരിട്ട് കണ്ട ബോധ്യമാവായിരുന്നില്ലേ? രക്ഷിക്കാൻ വേണവും അത് നേരിട്ട് കാണാൻ ഞാനും വേണമെന്ന് വെച്ചാ ചുറ്റി പോത്തേ ഉള്ളൂ. എന്താ അങ്കിൾ? അല്ല, വേണു മോളെ രക്ഷിക്കുന്ന നേരത്ത് അങ്കിള് പോയിരിക്കായിരുന്നല്ലോ, പിന്നെങ്ങനെ നേരിട്ട് കാണാൻ? മോളെ, അങ്കിൾ ഇതൊന്നും നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാ വേണു വെറും പാവമാ. മോളുടെ DIG അങ്കിൾ വെറുതെ ഓരോന്നും മെനഞ്ഞെടുക്കുക. ആർമിക്ക് പലതും തെറ്റാം, പക്ഷേ പോലീസിനൊന്നും തെറ്റില്ല കേണലേ. കേണൽ കരുതുന്നത് പോലെ വേണു ഒരു പാവമായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ഏറ്റവും വിലപ്പെട്ട അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തന്നെ അവൻ കവർന്നെടുക്കുമായിരുന്നോ? പറയൂ. അല്ല, അതവന് പറ്റിയ ഒരു കയ്യബദ്ധമാകാം. അബദ്ധമായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പാടുപെടുന്ന നേരത്ത് ചിതാഭസ്മം തിരിച്ചു തരുമായിരുന്നില്ലേ? അങ്കിൾ, എന്താ എന്താ? വേലായുധ, നീയാണടാ യഥാർത്ഥ കൂട്ടുകാരൻ. ഇത്രയും നാളും മോള് കണ്ണീരോടെ കാത്തിരുന്നത് എന്തിനായിരുന്നു? അതിതാ ഇപ്പൊ എന്തു പറയുന്നു? വേണു നിരപരാധിയാണോ അതോ ഇതും അവന്റെ ഒരു നാടകമാണെന്ന് തോന്നുന്നുണ്ടോ? മോളെ, ഒന്നും തെറ്റില്ല എന്ന് അവകാശപ്പെടുന്ന പലർക്കും പലതും തെറ്റാം. അത് ശരിയാ. അതുകൊണ്ടാ ഈ വയസ്സം പറയുന്നത്. ക്രിമിനലാണെന്ന് മുദ്ര കുത്തി ഒരാളെ ബലിയാടാക്കുന്നതിന് മുമ്പ് അതാരായാലും രണ്ടു വട്ടം ആലോചിക്കണം. കുട്ടി ഒരാൾ കാരണം ആ വേണു എന്തൊക്കെ യാതനകളും പീഡനങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയൂ. കുറെ നേരമായി ഇവൻ ഈ വീടിന് പരിസരത്ത് കറങ്ങി നടക്കേണ്ടത്. ഭാഗ്യത്തിന് ഞാൻ ഇവനെ കണ്ടു, നിർഭാഗ്യത്തിന് അവൻ എന്നെയും. ഇവൻ ഓടി, ഞാൻ ഓടി. ആ കവലയിൽ വെച്ച് ഞാൻ അവനെ പിടിച്ചു സാർ. അപ്പോ നീയും വേണും കൂടിയാണ് ചിതാഭസ്മം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് അല്ലടാ? അവനെവിടെ പറയണം സാർ. ഈ ഒരു ദിവസം അവനെ തല്ലരുത്. നിങ്ങളുടെ കണ്ണിൽ ഇവനും വേണുവും കുറ്റവാളികളായിരിക്കും. പക്ഷെ ഇന്നവർ മോളുടെ കണ്ണീര് തോരാൻ അവൾക്ക് ഏറ്റവും വിലപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തിരിച്ചു കൊടുത്തു. അത് നന്മയാണ്, കരുണയാണ്. അതിന്റെ പ്രതിഫലം ഈ ക്രൂരതയാവരുത്. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഉപദ്രവിക്കണ്ട, വിട്ടേക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് നന്മ വരും.
മോളെ വാടാ വാടാ കുട്ട. എന്താ എന്താടാ? ഇങ്ങോട്ട് വാ. ഗോപിക, എന്താ നീ കാട്ടി? ഇരിക്ക്, ചോറ് വിളമ്പാൻ ഞാൻ. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലെന്ന് അറിയില്ലേ? നല്ല പുത്തരിയുടെ ചോര. അപ്പൂപ്പനും അമ്മൂമ്മ ഇവിടെയല്ലേ ഉറങ്ങിക്കിടക്കുന്നത്? അവരെ ശല്യപ്പെടുത്തുന്ന നല്ല ശീല. അപ്പൂപ്പനോടും അമ്മൂമ്മയോടും മാപ്പ് പറയൂ. കരയാ നീ? ശേ, നാണക്കേട്. കുറച്ചു കാലം കഴിഞ്ഞാ അച്ഛനും അമ്മയ്ക്ക് ഇതുപോലെ ഉറങ്ങിക്കിടക്കേണ്ടി വരില്ലേ? അന്ന് മോളല്ലേ മോളുടെ മക്കളോട് വഴക്കിടേണ്ടത്? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. ദയവ് ചെയ്ത് നിലവിളിക്കരുത്. നിങ്ങളിത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ ഒരാളാണ് ലോകത്തിന്റെ മുമ്പിൽ എന്നെ കുറ്റവാളിയാക്കിയത്. അതിനെനിക്ക് പരാതിയില്ല. നിങ്ങൾ ഒരാളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. അതിനും എനിക്ക് പരാതിയില്ല. പക്ഷെ ഒന്നും മറക്കരുത്, ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും ഒരു വിഡ്ഢിയെ പോലെ ഞാൻ നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കിയതുകൊണ്ടാണ്. താരാട്ട് പാടി താലോടിച്ചു വളർത്തിയ അച്ഛനും അമ്മയും പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതെനിക്കറിയാം. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുഖം കണ്ടിട്ടില്ല. അവരുടെ താരാട്ട് കേട്ടിട്ടില്ല, തലോടലേറ്റിട്ടില്ല. പക്ഷേ എന്നെ പൂ പോലെ പൊന്നുപോലെ വളർത്തിയ ഒരാളുണ്ട്, എന്റെ മദർ. അവരെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി. അവരെ കൊണ്ടും നിങ്ങൾ എന്റെ മുഖത്ത് തുപ്പിച്ചു. ഇനി ഇത് താങ്ങാൻ എനിക്ക് വയ്യ. അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ എന്റെ മദറിനെ ചെന്നൊന്ന് കാണണം, നടന്ന് എന്താണെന്ന് പറയണം. മോളെ, എന്താ നിലവിളിക്കാത്തത്? മടിക്കണ്ട, ഇനി നിങ്ങൾക്ക് നിലവിളിക്കാം. വേണ്ട, എന്നെ നിങ്ങൾ രക്ഷിക്കണമെന്നില്ല. വല്ലാതെ വൈകിപ്പോയി. പിന്നെ ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ രക്ഷിക്കേണ്ടത് എന്റെ കൂട്ടുകാരനെ, വേലായുധനെ. എന്നെ പോലെ നിങ്ങളോടല്പം കരുണ കാട്ടിയെന്ന തെറ്റേ അവനും ചെയ്തിട്ടുള്ളൂ. ആരാ മോളെ അവിടെ? ആരുമില്ല ആന്റി, വിളക്കണഞ്ഞു പോയതാ. Happy birthday to you. Happy birthday to you. താങ്ക് യു. വെൽക്കം വെൽക്കം. ഒരു വട്ടം കൂടി. അയ്യോ, ഇത് വേണുവിന്റെ കൈ പോലെ ഇരിക്കുന്നു. വേണുവിന്റെ കയ്യ്, വേണുവിന്റെ കാല്. എന്താ ഏത് നേരവും തനിക്കിപ്പം അവന്റെ വിചാരേ ഉള്ളൂ? ഡോണ്ട് ബി സില്ലി. എനിക്കെന്തോ വേണു ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു. വൈ? വേണു ഒരിക്കൽ പോലും തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഫ്രണ്ടിനെ രക്ഷിക്കണം, മദറിനെ കാണണം എന്നൊക്കെ അയാൾക്ക് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. ക്രിമിനൽ ആയിരുന്നേ സ്വയം രക്ഷപ്പെടാനല്ലേ. ആരും ശ്രമിക്കൂ അങ്കിൾ. മോളെ, ഇതൊക്കെ മോളെ വീഴിക്കാനുള്ള അവന്റെ ചീപ്പ് ട്രിക്സ് ആവും. അല്ല അങ്കിൾ, എന്നെ വേണു ശരിക്കും കിഡ്നാപ്പ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ലേ വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയത്. അപ്പോ വേണു ഇന്നസെന്റ് അല്ലേ? എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇതാര് തെളിയിക്കും കുട്ടി? ഞാൻ തെളിയിക്കും. അതിപ്പോ എങ്ങനെ തെളിയിക്കും? വഴിയുണ്ട്. എന്ത്? താൻ എന്നും വേണുവിനെ കാണുക,
സംസാരിക്കുക, കൂടുതൽ അടുക്കുക. അപ്പം മനസ്സിലാവുമല്ലോ അവൻ ക്രിമിനൽ ആണോ അല്ലയോ എന്ന്. ഇനി ഒരു പക്ഷെ അവൻ ക്രിമിനൽ ആണെങ്കിൽ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. എന്താ? ഞാൻ വേണുവിനെ കാണാം, പക്ഷേ പോലീസിൽ ഏൽപ്പിക്കാൻ മാത്രം വയ്യ അല്ലേ? ശരി ശരി. അതെന്താ? എന്താ ഇത്? അങ്കിളിന് ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിരുന്നു. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ പാർട്ടി തന്നതിന്. അത് തരാൻ മറന്നു. വെരി നൈസ്. അന്ന് മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു. അങ്ങനെ എന്നെ തന്നെ മറന്ന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എല്ലാം തെറ്റായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഗോപിക എന്നോട് ക്ഷമിച്ചെങ്കിൽ നാളെ കൃപ തിയേറ്ററിൽ വരിക. വന്നില്ലെങ്കിൽ ഗോപികയ്ക്ക് എന്നോട് ക്ഷമിക്കാനാവില്ലെന്ന് കരുതി ഞാൻ. മോളെന്താ ഇവിടെ? ഏത് പടം കാണാൻ വന്നു? ഞാൻ അങ്കിൾ എന്താ തെരയുന്നേ? ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് ഒരു നാറിയുമായി കൂട്ടിയിടിച്ച് മോൾ എനിക്ക് തന്നെ ആ ടവലും പോയി, ശരീരവും നൊന്ത്. ടവല് മോളുടെ കൈ തന്നെ കിട്ടിയോ? നന്നായി. വഴിയിൽ ഇത് വീണ് കിടക്കുന്ന കണ്ടപ്പോ ഞാൻ മറ്റെന്തൊക്കെയോ വിചാരിച്ചു. എന്തു വിചാരിച്ചു? വേണു ലിഫ്റ്റിൽ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ആ നാറിയുമായിട്ടായിരിക്കും ഞാൻ കൂട്ടിയിടിച്ചത്. ഇനി അവനെ കാണട്ടെ, ചവിട്ടി നട്ടല്ലൊടിക്കും. വേണുവിനെ അറിയാതെ പറ്റിയതാവും അങ്കിൾ. എന്നെ കണ്ട് പാവം പേടിച്ചോടുകയായിരുന്നു. തന്നെ കണ്ട് പേടിച്ചോടാൻ മാത്രം ഭീരുവാണോ അവൻ? അല്ല, എന്റെ കൂടെ DIG അങ്കിളും ഉണ്ടായിരുന്നു. ഓഹോ, അപ്പൊ DIG അങ്കിളിനെ കൊണ്ട് എന്നെ അല്ല വേണുവിനെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? DIG അങ്കിൾ എന്നെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അല്ലെങ്കിലും ഞാൻ വേണുവിനെ പിടിപ്പിക്കില്ലെന്ന് അങ്കിളിന് അറിയില്ലേ? ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? വേണുവും കൂടി അറിയണ്ടേ ഇത്? ഇക്കണക്കിന് ഇനി വേണു തന്നെ കാണാൻ വരുന്ന പ്രശ്നമില്ല. അത് അങ്കിളിനാ നിശ്ചയം? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമാ. എന്നാ നോക്കാം, ഞാൻ നാളെ തന്നെ വേണുവിനെ കാണും. തമാശ തമാശ. തമാശയല്ല, ഞാൻ നാളെ വേണുവിനെ കാണും കാണും കാണും. എവിടെ വെച്ച്? നാളെ രാവിലെ. താങ്ക് യു.